Hello everyone, ഞാൻ സിമി റോബിൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. വെയിറ്റ് ലോസ് ജേർണിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും അധികം എന്നോട് പേഴ്സണലി ആളുകൾ ചോദിച്ചൊരു കാര്യം, വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് നിന്നും വെയിറ്റ് കുറച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഫിസിക്കലി നോക്കിയാലും മെന്റലി നോക്കിയാലും ഒരുപാട് ചേഞ്ചസ് വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് നിന്നും വെയിറ്റ് കുറച്ചപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ ഫിസിക്കലി ഉണ്ടായ ഇംപ്രൂവ്മെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്ക് എന്ത് ജോലികൾ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്ന് നടന്നു കഴിഞ്ഞാൽ അല്പദൂരം നടക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്, അതായത് കിതപ്പ്, ശ്വാസമുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ, സ്റ്റെപ്പ് കയറുമ്പോഴും അതുപോലെ തരത്തിലുള്ള ശ്വാസമുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ ഏറ്റവും അധികം എന്നെ അലട്ടിയിരുന്ന മറ്റൊരു പ്രശ്നമാണ് വെയിറ്റ് കൂടിയത് മൂലം എനിക്കുണ്ടായ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കാല് നിലത്തുപ്പൂറ്റ് കുത്താൻ പറ്റാത്ത വിധത്തിലുള്ള അസഹനീയമായിട്ടുള്ള വേദനയാണ്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അതികഠിനമായ വേദന സഹിക്കേണ്ടി വന്ന ഒരവസ്ഥ. പക്ഷെ വെയിറ്റ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തന്നെ എനിക്ക് മാറി എന്നുള്ളത് വളരെയധികം എനിക്ക് തന്നെ വീണ്ടും എക്സസൈസ് ചെയ്യാനും ആ ഒരു ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ മോട്ടിവേഷൻ തന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് മധുരം അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസിനോടൊക്കെ വല്ലാത്ത ഒരു ക്രേവിംഗ് ആണ്. എസ്പെഷ്യലി മധുരമുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മധുരം ഉള്ള ഭക്ഷണം എപ്പോഴും കിട്ടിയില്ല എങ്കിൽ എനിക്കൊരു തരം ഷിവറിങ് ആണ്, ആകെ ഒരു വിറയൽ തോന്നും മധുരം തിന്നില്ല എങ്കിൽ. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ശീലത്തിൽ നിന്നും എനിക്ക് നല്ല കൺട്രോളിലേക്ക് വരാനും മധുരത്തോടുള്ള ആ ഒരു വലിയ ഒരു ആസക്തി കുറയ്ക്കാനും ഒക്കെ ഈ വെയിറ്റ് ലോസ് ചെയ്ത സമയം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. PCOD പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. ഹോർമോണൽ ഇംബാലൻസും അതുപോലെ തന്നെ ഏറ്റവും അധികം എൻ്റെ അലട്ടിയിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ആക്നെ ആയിരുന്നു. അതായത് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും മുഖക്കുരു അതുപോലെ തന്നെ വളരെയധികം ഓയിലി സ്കിന്നുമായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വെയിറ്റ് ലോസിലൂടെ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഫിസിക്കലി നോക്കുമ്പോൾ ഉള്ള ഏറ്റവും അധികം ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും സിവിയർ ബോഡി പെയിൻ ആയിരുന്നു. ജോയിന്റ്സിനും മസിൽസിനും ഒക്കെ കൈകളും കാലുകളും ഒക്കെ നമുക്ക് മൂവ് ചെയ്യിക്കുമ്പോഴൊക്കെ വല്ലാത്ത ഒരു വേദന, അതോടൊപ്പം തന്നെ കാലുകളിലൊക്കെ നീര്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു സമയത്ത് എന്നെ അലട്ടിയിരുന്നു. ഒരു ജോലിയും നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരികയാണെങ്കിലും ആകെ എനർജി ലോസ് ആണ്. ഒരു കാര്യവും ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയും, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയുമായിരുന്നു. പക്ഷേ ഈ ഒരു വെയിറ്റ് കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പോലെ ഓടി നടന്ന് എല്ലാ കാര്യവും ചെയ്യുക അല്ലെങ്കിൽ പറന്ന് നടന്ന് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പെയിനും എഡീമ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും ഈ ഒരു വെയിറ്റ് ലോസ് എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേരിക്കോസിന്റെ ഇഷ്യൂസ് വളരെയധികം ഉണ്ടായിരുന്നു. സിവിയർ പെയിന്, വേരിക്കോസ് വെയിനുള്ള ഭാഗത്ത് നല്ല എഡിമ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ വെയിറ്റ് കൂടുതലുള്ള സമയത്ത് വളരെ കൂടുതലായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്തു. ഇനി മാനസിക ആരോഗ്യത്തിലെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, PCOD ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ വെയിറ്റ് കൂടുതലാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ട്. മറ്റുള്ളവരൊക്കെ നമ്മളോടത് പറയും, വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചിന്ത ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആകെ നിരാശയും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനും ഒക്കെ പൊതുവിൽ തോന്നും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആകെ ഒരു നിരാശയും വിഷമം, അതോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സ്, എപ്പോഴും സ്ട്രെസ്, ആങ്സൈറ്റി, ഇതൊക്കെ വളരെ പീക്ക് ലെവലിലായിരുന്നു ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറവാണ്. നമുക്ക് ഒരു ആത്മവിശ്വാസ കുറവാണ്. കാരണം ബോഡി വെയിറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലല്ല. കൂടാതെ ഇതുപോലുള്ള ഹോർമോണൽ ഇംബാലൻസ് മൂലമുള്ള പ്രശ്നങ്ങളും വളരെയധികം കൂടുതലായിരുന്നു. എന്നാൽ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഹെൽത്തി ആണ്, അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും, അതോടൊപ്പം തന്നെ നമ്മളോട് കൂടുതൽ നമുക്കൊരു ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ സമയം മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ വരുമ്പോൾ കൂടുതൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കൂടുതൽ ഒരു നല്ലൊരു മോട്ടിവേഷൻ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് മറ്റൊരു കാര്യം. വെയിറ്റ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, അതോടൊപ്പം തന്നെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം, അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, നമുക്കൊരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് പോസിബിൾ ആണ് എന്നുള്ളതാണ്.
ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമ്മൾ അച്ചീവ് ചെയ്യണോ ആഗ്രഹിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്താനായിട്ട് പലപ്പോഴും സാധിക്കില്ല. കാരണം നല്ല സമയമെടുത്തും അതോടൊപ്പം തന്നെ വളരെ കൃത്യതയോടെയും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് ക്ഷമയോടെ വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നല്ല ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കൂ.